ഗാസയിൽ അശാന്തി തുടരുകയാണ്. വെടിനിർത്തൽ കരാർ ഗാസയിൽ ഒട്ടും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. അതിനിടയിൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഖത്തറും ഈജിപ്തും. ഞായറാഴ്ചയാണ് ഈ ആവശ്യം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വച്ചത്. ഹമാസുമായുള്ള വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിലാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇസ്രായേലിനോട് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഫലസ്തീൻ്റെ തീരദേശ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു അന്താരാഷ്ട്ര സേനയെ എത്രയും പെട്ടെന്ന് സജ്ജമാക്കണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന്റെ മധ്യസ്ഥരാണ് ഖത്തറും ഈജിപ്തും. മധ്യസ്ഥ രാജ്യങ്ങളെന്ന നിലയിലാണ് ഖത്തറും ഈജിപ്തും ഇസ്രായേലിനോട് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ ഇരുപക്ഷവും ഇനിയും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പദ്ധതിയുടെ ഭാഗമായ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയുടെ അതിർത്തിക്കുള്ളിൽ മഞ്ഞരേഖയ്ക്ക് പിന്നിലേക്ക് പിൻവാങ്ങണമായിരുന്നു. തടവിലാക്കിയവരെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ കൈമാറുകയും ചെയ്യണമായിരുന്നു ഹമാസ്. ഇതായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. വെടിനിർത്തൽ ഉറപ്പാക്കാൻ ദീർഘകാലമായി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലും ഹമാസും പരസ്പരം ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇക്കാരണത്താൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് നിർണായകമായ ഇടപെടൽ നടത്തിയത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൻ്റെ നടപ്പാക്കൽ സംബന്ധിച്ച് ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഹമാസിൻ്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുടെ നടപ്പാക്കൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. 20 പോയിന്റുള്ള സമാധാന പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധീകരണം നടത്തേണ്ടതാണ്. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് ഗാസ വിടാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. അതിനിടെ 1967 മുതൽ കൈവശപ്പെടുത്തിയ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ പാസാക്കി. 181 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 11 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. മറ്റ് 11 രാജ്യങ്ങൾ വിട്ടുവന്നു. ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ അതിർത്തികളിൽ 1967 ശേഷം വന്ന മാറ്റങ്ങൾ അംഗീകരിക്കരുതെന്നും നിയമവിരുദ്ധമായി നടത്തിയ ഒരു കുടിയേറ്റത്തിനും സഹായവും പിന്തുണയും നൽകരുതെന്നും UN പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. ഖത്തർ, പലസ്തീൻ, സെനഗൽ, ജോർദാൻ, ജിബൂട്ടി, മൗറിറ്റാനിയ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രമേയം തയ്യാറാക്കിയത്. അതേസമയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് 50 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം 357 ഖാൻ യൂനിസിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടുന്നു. ഫോട്ടോ ജേർണലിസ്റ്റ് മഹ്മൂദ് വാദിയെയാണ് ഇസ്രായേൽ വധിച്ചത്. വെസ്റ്റ് ബാങ്കിൽ 2 കുട്ടികളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു.